നാശം, നിന്നോട് പറഞ്ഞതല്ലേ ഒരു മയത്തിൽ വേണമെന്ന്. പൂർണ്ണ നഗ്നയായി കട്ടിലിൽ മലർന്നു കിടക്കുന്ന സ്ത്രീക്കരികിലേക്ക് നീങ്ങി ചൂണ്ടുവിരൽ നീട്ടിവെച്ച് ശ്വാസോച്ഛ്വാസം പരിശോധിക്കുന്നതിനിടയിൽ പരിഭ്രമത്തോടെ അയാൾ ഒച്ചവെച്ചു. അവളുടെ കാലുകൾക്കിടയിലൂടെ ഒലിച്ചിറങ്ങുന്ന കൊഴുകൊഴുത്ത രക്തത്തിനാൽ നനഞ്ഞു കുതിർന്ന് വെളുത്ത നിറമുള്ള ബെഡ്ഷീറ്റിന്റെ നിറം മാറിയിരുന്നു. മുഖം മറഞ്ഞ് പരന്നു കിടക്കുന്ന നീളമുള്ള മുടി ഒതുക്കി. മുറിവേറ്റ കീഴ്ചുണ്ടിൽ കിനിഞ്ഞിറങ്ങാൻ വെമ്പിയ രക്തത്തുള്ളികൾ അയാൾ തലയണ കവറിന്റെ അരികു വെച്ച് തുടച്ചെടുത്തു. മയക്കത്തിലാണെങ്കിലും വെട്ടിവിറയ്ക്കുന്ന കൺപോളകളും വിതുമ്പുന്ന ചുണ്ടുകളും AC-യുടെ കുളിർമയിൽ നൂൽബന്ധമില്ലാത്ത ശരീരം വിറയ്ക്കുന്നു. ഭാഗ്യം, ജീവനുണ്ട്. ദീർഘനിശ്വാസത്തോടെ അയാൾ ഉരുവിട്ടു. ഒരു പെണ്ണിനെ പ്രാപിക്കുമ്പോൾ അവളുടെ കൊഞ്ചലും കിന്നാരവും അല്ലെങ്കിൽ ചീറ്റലും കരച്ചിലും ഇതൊന്നും ഇല്ലാതെ എന്ത് ഹരം രവിയെ. അനങ്ങാതെ കിടക്കുന്ന പെണ്ണ് ശവമാണ്. ഒന്നാമനെയും കിടക്കയിലെ പെണ്ണുടലിനെയും എതിർവശത്തുള്ള കണ്ണാടിയിലൂടെ നോക്കി പല്ല് ഞെരിച്ചുകൊണ്ട് രണ്ടാമൻ തുടർന്നു. അങ്ങനെയുള്ള ശവത്തിനെ ഭോഗിക്കാൻ രുദ്രന് താല്പര്യമില്ല. അതുകൊണ്ടാണ് നീ അവൾക്ക് ഓവർഡോസ് കൊടുക്കുമ്പോഴേ ഞാൻ തടഞ്ഞത്. കയ്യിലിരുന്ന സ്ഫടിക ഗ്ലാസിൻ്റെ റം ഒറ്റവലിക്ക് കുടിച്ചിറക്കിയ ശേഷം വിരലുകൾക്കിടയിലൂടെ സിഗരറ്റ് ഒന്നുകൂടി ആഞ്ഞു വലിച്ച് അവളുടെ മുഖത്തേക്ക് വായിലുള്ള പുകയൂതി മുലഞ്ഞെട്ടുകൾക്ക് മുകളിലായി രുദ്രൻ ആ തീപ്പൊട്ട് കുത്തിക്കെടുത്തി. മാറിന് മുകളിൽ തൊലിയടർന്ന കരുവാളിച്ച കുഞ്ഞു വട്ടങ്ങൾ വേറെയുമുണ്ടായിരുന്നു. രുദ്ര, നിനക്ക് മതിയായെങ്കിൽ പറ, ബാക്കിയുള്ള കാര്യങ്ങൾ എനിക്ക് ശരിയാക്കണം. ഇവളീ മയക്കം വിട്ടുണരും മുൻപ് ഇനി ഇതിൻ്റെ ബാക്കിയുള്ള കഥ കൂടി ഒരുക്കിയില്ലെങ്കിൽ ഞാൻ കുടുങ്ങും മോനെ. ശില്പഭംഗിയുള്ള ഉടലിൻ്റെ ഉയർച്ച താഴ്ചകളിലേക്ക് മിഴി കൂർപ്പിച്ച് അവളിലേക്ക് ഒന്നുകൂടി ഊർന്നിറങ്ങാൻ വെമ്പി നിൽക്കുകയാണ് രുദ്രനെന്ന് രവി കൗശലത്തോടെ വീക്ഷിച്ചു. ഡാ, ഒന്ന് സമാധാനത്തിൽ വേണം കേട്ടോ. ജീവനോടെ വേണ്ടതാണിനി. കൊടും ചൂടേറ്റ് വാടിയ ചേമ്പിൻ താളുപോലെ തളർന്നു കിടന്നിരുന്ന അവളെ രുദ്രൻ ആർത്തിയോടെ നോക്കി പിന്നെയും ചുണ്ടു നുണഞ്ഞു. രക്തത്തിൽ കുതിർന്ന ബെഡ്ഷീറ്റ് മാറ്റി വേറൊരു ഷീറ്റ് വിരിക്കാൻ ആംഗ്യം കാണിച്ച് അയാൾ അവളെ നിസ്സാരമായി കൈകളിൽ കോരിയെടുത്ത് ഉമ്മ വെച്ചു. താൻ മരിച്ചു കൊടുത്ത കിടക്കവരിയിലേക്ക് കൂട്ടുകാരൻ അവളെ കിടത്തുന്നതും വേട്ടമൃഗത്തിൻ്റെ ശൗര്യത്തോടെ അവളിലേക്ക് ആഴ്ന്നിറങ്ങുന്നതും അതിഭയങ്കരമായ വേദനയിലും ഉണരാനാകാതെ നേർത്ത സ്വരത്തിൽ അവൾ ഞരങ്ങുന്നതുമുള്ള കാഴ്ച ആസ്വദിച്ച് രവി അവിടെ കട്ടിലിനരികിലുള്ള ജനാലക്കരികിൽ നിൽപ്പുറപ്പിച്ചു. പുലരാൻ ഇനി അധികം സമയമില്ലെന്ന് ഓർമ്മിപ്പിച്ച് പക്ഷികളുടെ ശബ്ദം കേട്ടു തുടങ്ങി. പാതി തുറന്നിട്ട ജനാലയ്ക്കുള്ളിലൂടെ തണുത്ത കാറ്റടിച്ച് കയറി നീലവിരിയിട്ട കർട്ടൻ പതിയെ പറന്നുയരുന്നുണ്ടായിരുന്നു. വെള്ള കീറാൻ തുടങ്ങിയ നീലാകാശ വിരിപ്പിലൂടെ വെളിച്ചം നൂലുകളായി നീണ്ടുറങ്ങുന്നത് കാണാം. കാട്ടിലേക്ക് നീളുന്ന ഒറ്റയടി പാതയിലൂടെ രവിയുടെ കൈകോർത്തു പിടിച്ച് നടക്കുകയായിരുന്നു ഹരിത. മുളകൾ അതിർത്തി തീർത്ത കാടിനുള്ളിൽ ആകാശം മുട്ടെ വളർന്നു നിൽക്കുന്ന മരങ്ങൾ നീലാകാശത്തെ മറച്ച് ഇലച്ചാർത്ത് പച്ചപ്പുള്ള കുട ചൂടിയിരിക്കുന്നു. കാട്ടുമുല്ലയുടെയും പേരറിയ പൂക്കളുടെയും സുഗന്ധം ആവാഹിച്ച ചെറു കാറ്റ് ഉൾക്കാട്ടിലേക്ക് വലിച്ചെടുപ്പിക്കും വിധം ഭ്രമിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ ചായക്കൂട്ടിൽ ഹരിതവും കറുപ്പിൻ്റെ ഭയാനക സൗന്ദര്യവും കാടിനെ അതിസുന്ദരിയാക്കിയിരിക്കുന്നു. എന്തെന്നോ എവിടെ നിന്നോ അറിയാത്ത ശബ്ദങ്ങൾ, കാട്ടരുവിയുടെ ആരവവും കിളികളുടെ ശബ്ദവും സർപ്പങ്ങൾ ഇണചേരുന്നതിൻ്റെ സീൽക്കാരങ്ങളും വനത്തിൻ്റെ മുരൾച്ചയെ അങ്ങേയറ്റം മൂർധന്യ അവസ്ഥയിൽ എത്തിച്ചിരിക്കുന്നു. പിടയ്ക്കുന്ന ഹൃദയത്തോടെ അവൻ്റെ കയ്യിൽ മുറുകെ പിടിച്ച് അവൾ തിരിഞ്ഞു നോക്കി. വയലിൽ നിന്നും കാട്ടിലേക്കുള്ള ഒറ്റയടിപ്പാത വൻമരങ്ങൾ മറച്ചിരിക്കുന്നു. മരങ്ങളിൽ നിന്നും ഇണചേരുന്ന നാഗങ്ങളെപ്പോലെ പരസ്പരം പിണഞ്ഞു തൂങ്ങിയാടുന്ന വള്ളികൾ. ദൂരെയുള്ള കാഴ്ചകൾ കോടമഞ്ഞ് മൂടി അവ്യക്തമാണ്. അരിച്ചരിച്ച് വന്നിരുന്ന കുളിർക്കാറ്റിന് ഇപ്പോൾ ഉള്ളുകിടുക്കും തണുപ്പാണ്. ഭീതിയും തണുപ്പും ഉടലിനെയും മനസ്സിനെയും ആക്രമിച്ചു തുടങ്ങിയിരിക്കുന്നു. തൊട്ടടുത്തുള്ള മുൾപടർപ്പിനിടയിൽ നിന്നും വെട്ടിത്തിളങ്ങുന്ന കറുപ്പോടെ ഒരു കരിമൂർഖൻ ഇഴഞ്ഞിറങ്ങി അവരെ തീക്ഷ്ണമായി നോക്കി കരിയിലകൾക്ക് മുകളിൽ സീൽക്കാരത്തോടെ ഭണം വിടർത്തി ആടാൻ തുടങ്ങി. ഉള്ളം കൈയിലിപ്പോൾ രവിയുടെ കൈയിൻ്റെ ചെറു ചൂടില്ല. എവിടേക്കെന്നറിയാതെ അയാൾ അപ്രത്യക്ഷമായിരിക്കുന്നു. മരങ്ങൾ പൊതിഞ്ഞു നിർത്തിയ വനത്തിൻ്റെ ഇരുളിമയിൽ ശൂന്യതയിലൂടെ അവൾ അവനെ തിരിഞ്ഞ് കൈകൾ ചുഴറ്റി. ഉപ്പൂറ്റിക്ക് കീഴെ മരണത്തിൻ്റെ കറുപ്പ് തണുപ്പോടെ വന്ന് തൊട്ടതും നെഞ്ചിൻ കൂടിനുള്ളിലെ ഹൃദയം നൂറുകണക്കിന് ഭാരമുള്ള തൂക്കുകട്ടയായി മാറി അവൾ നിശ്ചലയായി നിന്നു. നട്ടലിൽ നിന്നും സിരാപടലങ്ങളിലേക്ക് ഭീതി അരിച്ചിറങ്ങുന്നതും രക്തം തണുത്തുറയുന്നതും അവൾ അറിഞ്ഞു. കാൽക്കീഴിൽ ഉരയുന്ന തണുപ്പിനെ നോക്കാനായി വിറയലോടെ കുനിഞ്ഞതും
തലയ്ക്ക് പിന്നിലായി ആരോ കുടം കൊണ്ടടിച്ച് പൊടുന്നനെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ട അതിഗാധമായ ഒരു ഗർത്തത്തിലേക്ക് അവളെ പിടിച്ചു തള്ളി. വായുവിൽ കൈകാലിട്ടടിച്ച് ശ്വാസത്തിനായി പിടഞ്ഞ് ആ ആഴത്തിലേക്ക് വീഴാതിരിക്കാൻ അവൾ ആവതും ശ്രമിച്ചുകൊണ്ടിരുന്നപ്പോൾ അസംഖ്യം നിഴലുകൾ അവളെ നോക്കി മുകളിൽ പൊട്ടിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അലറി വിളിച്ചാണ് ഹരിത കണ്ണു തുറക്കാൻ ശ്രമിച്ചത്. കൺപോളകൾക്ക് തുറക്കാനാവാത്ത വിധം ഭാരമുണ്ടെന്ന് തോന്നി അവൾക്ക്. ശരീരം അനക്കാൻ സാധിക്കുന്നില്ല. ദേഹം മുഴുവൻ ഇടിച്ചു പിഴിഞ്ഞ വേദന. അപ്പൂപ്പൻ താടി പോലെ ഭാരമില്ലാത്ത തല ശരീരത്തിൽ നിന്നും പിടിവിട്ടു പറന്നു പോകുമെന്ന് തോന്നി. കണ്ണു തുറക്കാൻ അതിശക്തമായി കഷ്ടപ്പെടുമ്പോഴാണ് അവ്യക്തമായൊരു രൂപം അടുത്തേക്ക് ഒഴുകി വരുന്നത് അവൾ അറിഞ്ഞത്. കാടും നിഴലുകളും ഓർമ്മയിൽ തെളിഞ്ഞു തുടങ്ങിയതോടെ അവളുടെ ഹൃദയമിടിപ്പ് കൂടി. എന്താടോ, പേടിക്കണ്ട, ഞാനുണ്ട് കൂടെ, കിടന്നോ കുറച്ചുകൂടെ. രവിയേട്ടാ, ഞാൻ എവിടെയാണ്? എനിക്ക് എന്തു പറ്റി? ഭർത്താവിൻ്റെ ശബ്ദം തിരിച്ചറിഞ്ഞതും അയാൾക്ക് മുൻപിൽ ഭയന്നരണ്ട കൊച്ചുകുട്ടിയായവൾ അലമുറയിട്ട് നിലവിളിച്ചു. ഞെട്ടി എഴുന്നേറ്റിരുന്നപ്പോൾ ഊർന്നുപോയ പുതപ്പ് അവളുടെ നഗ്നമായ മാരടങ്ങളെ അനാവൃതമാക്കിയിരിക്കുന്നു. അരക്കെട്ട് മറഞ്ഞുകിടന്നിരുന്ന ഷീറ്റെടുത്ത് രവി അവളെ പുതപ്പിക്കുമ്പോഴും തനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് അവൾ ഓർത്തെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. കാടും തണുപ്പും കരിമൂർഖനും കൊക്കയും സ്വപ്നമായിരുന്നുവോ അത്? ഓർമ്മകൾ അവ്യക്തമെങ്കിലും ഭയത്താൽ ഉള്ളിപ്പോഴും പിടയ്ക്കുന്നു. ഒന്നുമില്ല, താൻ പേടിക്കണ്ട. ഇന്നലെ നമ്മുടെ ആഘോഷം അല്പം പരിധി വിട്ടു. ശീലമില്ലാത്തത് കഴിച്ചപ്പോൾ രണ്ടുപേർക്കും അല്പം നിയന്ത്രണം വിട്ടതാണ്. രാവിലെ എനിക്കും ഒട്ടും ബോധമില്ലായിരുന്നു. മദ്യമൊന്നും നമുക്ക് പറഞ്ഞിട്ടുള്ളതല്ല, ഇനി ഒരിക്കലും വേണ്ട നമുക്കത്. അവളുടെ മൂർധാവിൽ സ്നേഹത്തോടെ അയാൾ ചുംബിക്കുമ്പോഴും സ്വപ്നത്തിലെ നിഴലുകളും പരിചയമുള്ള ശബ്ദങ്ങളും അവളുടെ മനസ്സിനെ അസ്വസ്ഥമാക്കിക്കൊണ്ടിരുന്നു. വിവാഹത്തിൻ്റെ 5ാം മാസമായിരുന്നത്. ഹണിമൂൺ ആഘോഷിക്കാൻ രവിയും ഹരിതയും എത്തിയത് അയാളുടെ സുഹൃത്തിൻ്റെ റിസോർട്ടിലേക്കാണ്. നവദമ്പതികൾക്കായി സുഹൃത്തൊരുക്കിയ വിവാഹ സമ്മാനം. വീട്ടുകാരെല്ലാം പരസ്പരം കണ്ട് ഇഷ്ടപ്പെട്ട് തീരുമാനിച്ചുറപ്പിച്ച് നടത്തിയ വിവാഹം. നല്ല കുടുംബ പശ്ചാത്തലമുള്ള, അധികം ആരോടും സംസാരിക്കാത്ത, യാതൊരു ദുശീലങ്ങളുമില്ലാത്ത, ജോലിക്കും കുടുംബത്തിനും പ്രാധാന്യം കൊടുക്കുന്ന പയ്യൻ്റെ ആലോചന വേണ്ടപ്പെട്ടവർ തന്നെയാണ് കൊണ്ടുവന്നത്. സ്വരുക്കൂട്ടിയതും കടം വാങ്ങിച്ചതും ചേർത്ത് ആർഭാടത്തോടെ ഏകമകളെ രവിക്ക് കൈപിടിച്ചു നൽകാൻ അച്ഛനും അമ്മയ്ക്കും 100 വട്ടം സമ്മതമായിരുന്നു. ഒരു മകനും മകളും മാത്രമുള്ള ലോകത്തിലേക്ക് രവിയെപ്പോലൊരു മരുമകനെ കിട്ടിയതിൽ മാധവനും നളിനിക്കും അഭിമാനവും സന്തോഷവും ഏറെയായിരുന്നു. വിവാഹം കഴിഞ്ഞ ഈ 5 മാസത്തിനിടയിൽ ഒരിക്കൽ പോലും ഇത്തരമൊരു രാത്രിയോ അനുഭവമോ കടന്നു പോയിട്ടില്ലെന്ന് ഒന്നിളകാൻ പോലുമാകാത്ത കട്ടിലിൽ കിടക്കുമ്പോൾ ഭർത്താവിനെ ദയനീയമായി നോക്കി ഹരിത ഓർത്തു. 1000 സൂചിമുനകൾ കുത്തിയിറക്കുന്ന വേദനയാണ് അടിവയറ്റിൽ. മൂത്രം ഒഴിക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിലും അതിനേക്കാൾ ഭയങ്കരമായി കടഞ്ഞിറങ്ങുന്ന വേദന. ബാത്റൂമിൽ പോകണമെന്ന് രവിയോട് ആവശ്യപ്പെട്ട് അവൻ്റെ കൈ പിടിച്ച് കട്ടിലിൽ നിന്നും താഴേക്കിറങ്ങി കാൽ കുത്താൻ അവൾ ശ്രമിച്ചു. നിലത്ത് കുത്തിയ കാലിൽ ഉറച്ചു നിന്നില്ല. അതിനു മുൻപേ മലവെള്ളപ്പാച്ചിലോടെ കാലുകൾക്കിടയിലൂടെ രക്തപ്പുഴ ഒഴുകി തുടങ്ങി. നാഭിയും ഗുഹ്യബാഹവും ചുട്ടുപൊള്ളി വേദന തീമഴയായി പെയ്തിറങ്ങാൻ തുടങ്ങിയതും രവിയിൽ നിന്നുള്ള പിടുത്തമയഞ്ഞ് താഴേക്കൂർന്ന് ബോധരഹിതയായി അവൾ നിലം പതിച്ചു. ഹോസ്പിറ്റലിൽ നിന്നും വീട്ടിൽ വന്നിട്ട് ഒരാഴ്ചയായില്ലേ മോളെ? ഇനിയും ലീവെടുത്ത് നിൽക്കാൻ സാധിക്കില്ല. ഞാൻ പോയിട്ട് വരാം. നീ എന്താ എന്നോടൊന്നും മിണ്ടാത്തത്? സംഭവിച്ചു പോയി. ആ മുറിയിൽ ഒരുക്കി വെച്ചിരുന്ന മദ്യം കണ്ടപ്പോൾ ഒരു കൗതുകം. നീയും രുചിച്ചു നോക്കുന്നത് കണ്ടപ്പോൾ അതിങ്ങനെ ആയിത്തീരുമെന്ന് ഞാൻ അറിഞ്ഞില്ല. മദ്യലഹരിയിൽ നമുക്ക് 2 പേർക്കും ഭ്രാന്ത് കയറിയതുപോലെ ആയിരുന്നു. നീ എന്നോട് ക്ഷമിക്കേ. മാപ്പ്. നടന്നതൊന്നും ഞാനിവിടെ ആരോടും പറഞ്ഞിട്ടില്ല. പുറത്തറിഞ്ഞാൽ കുടിച്ച് കൂത്താടി ബോധമില്ലാതെ നമ്മൾ ചെയ്തതാണെന്ന് എല്ലാവരും പരിഹസിക്കും. ഡോക്ടറുടെ വായി വിട്ട് കാര്യങ്ങൾ പുറത്തു പോകാതെ ഞാൻ വേണ്ടത് ചെയ്തിട്ടുണ്ട്. ആരും അറിയില്ല. നീ അതോർത്ത് ഇനി വിഷമിക്കണ്ട. രവിയുടെ സങ്കടത്തോടെയുള്ള വാക്കുകൾ ചുവരിലേക്ക് മിഴിനട്ടിരിക്കുന്ന അവളിൽ ഒരു ചലനവും സൃഷ്ടിച്ചില്ല. ജീവനുണ്ടോ എന്ന് പോലും തോന്നിപ്പിക്കാത്ത മൗനത്തിൻ്റെ വാൽമീകത്തിനുള്ളിൽ അവൾ ഇരിക്കുന്നത് നോക്കി അല്പനേരം കൂടി അയാൾ ആ മുറിയിൽ നിന്നു. മ്ലാനതയോടെ മരുമകൻ മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നത് നോക്കി ഹരിതയുടെ അച്ഛൻ ചാരുകസേരയിൽ തളർന്നിരിപ്പുണ്ടായിരുന്നു. തൻ്റെ ശ്രദ്ധക്കുറവാണ് ഈ ദുരന്തത്തിന് കാരണമെന്ന് പൊട്ടിക്കരഞ്ഞ് 10 ദിവസത്തിൽ കൂടുതലായി എങ്ങും പോകാതെ അവൻ അവളുടെ കൂടെയുണ്ട്. റിസോർട്ടിലെ സ്വിമ്മിംഗ് പൂളിനരികെ കാൽ തെറ്റി കൈവരിയിൽ അരക്കെട്ട് ഇടിച്ചു വീണ അപകടമാണെന്ന് വീട്ടിലറിയിച്ചത്. അത് പക്ഷേ മകളുടെ മാനസിക നില തന്നെ തകരാറിലാക്കിയത് അവളെ ജീവനതുല്യം സ്നേഹിക്കുന്ന സാധുവായ ആ അച്ഛനെ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് മധ്യവയസ്സിൽ നിന്നും വാർദ്ധക്യത്തിലേക്ക് എത്തിച്ചിരുന്നു.
എല്ലാവരെയും വിട്ടു പോകുകയാണെന്നുള്ള സങ്കടവും പുതിയൊരു ജീവിതത്തിലേക്കുള്ള സന്തോഷവും ഇടകലർന്ന് വിവാഹ ദിവസം അച്ഛൻ്റെ നെഞ്ചിൽ മുഖം ചേർത്ത് നിന്ന് കരഞ്ഞതും ഈ അച്ഛൻ കാരണം എൻ്റെ മേക്കപ്പ് മുഴുവൻ നാശമാകുമെന്ന് കുസൃതിയോടെ നെഞ്ചിലെ രോമങ്ങൾ പിടിച്ചു വലിച്ചു പൊട്ടിച്ചിരിച്ചതും അവളല്ലേ. 6 മാസം പോലും തികഞ്ഞില്ല സന്തോഷങ്ങളുടെ ആ നിമിഷങ്ങൾക്ക്. എല്ലാം ഇന്നലെ എന്ന പോലെ മനസ്സിലുണ്ട്. ഇന്ന് അച്ഛൻ അരികെ എത്തിയാൽ പോലും കരച്ചിലോ കുറുമ്പുകളോ ഇല്ലാതെ ശില പോലെ ഇരിക്കുന്ന മകളെ കണ്ട് നോവ് തിങ്ങി നെഞ്ചു പൊടിയുകയാണ്. അച്ഛാ, പതിഞ്ഞ സ്വരത്തിൽ വിളികേട്ട് മാധവൻ ഞെട്ടിയുണർന്നു. നെഞ്ചിൽ കൈ പിണച്ചു വെച്ച് ഉള്ളിലെ വേദന ആരും കാണാതിരിക്കാൻ കണ്ണുകളടച്ചിരിക്കുന്ന അച്ഛനിലേക്ക് ഹരിതയെത്തി. അച്ഛൻ എന്നെ ഒന്ന് പുറത്തു കൊണ്ടുപോകൂ, എനിക്കൊന്ന് ശുദ്ധമായി ശ്വസിക്കണം. ചിലമ്പിയ സ്വരത്തോടെയുള്ള ആവശ്യം. അതിനെന്താ, കുട്ടി വേഗം ഒരുങ്ങിക്കോളൂ. അച്ഛതേ, ഒന്ന് മേല് കഴുകി ഉടനെ വരാം. തീച്ചൂടിൽ ഉരുക്കി ഒലിക്കുകയാണ് ഉള്ളം. സന്ധ്യ ആയതുപോലും അറിയാതെ അവിടെ അങ്ങനെ ഇരുന്നു പോയത് എത്ര നേരമായോ എന്ന് അസ്തമ സൂര്യൻ്റെ ചുവപ്പിലേക്ക് നോക്കി മാധവൻ ഓർത്തു. ഒപ്പം വരാമെന്നറിയിച്ച അമ്മയെ കൂടെ കൂട്ടാതെ അവൾ അച്ഛനോടൊപ്പം പുറത്തേക്കിറങ്ങി. മോൾക്ക് അച്ഛനോട് എന്തെങ്കിലും പറയാനുണ്ടോ? കേൾക്കാൻ അച്ഛൻ റെഡിയാണ്. ചിന്തകളിൽ മുഴുകിയിരുന്ന മകളോട് അയാൾ തിരക്കി. ഈ കാണുന്നത് ഒരച്ഛനും കാണരുതാത്തതാണ്, കേൾക്കരുതാത്തതാണ്. അച്ഛൻ അറിയേണ്ടതെല്ലാം ഇതിലുണ്ട്. എനിക്ക് പക്ഷെ വേറെ നിവൃത്തിയില്ല അച്ഛാ. അച്ഛൻ കണ്ടത് ഒരാളെയും അറിയിക്കില്ലെന്ന് എനിക്കറിയാം. നീട്ടിപ്പിടിച്ച മകളുടെ ഫോണിലെ വീഡിയോ ആദ്യമൊന്നും അയാൾക്ക് വ്യക്തമായില്ല. സൂക്ഷിച്ചു നോക്കും തോറും അതിലെ 3 പേരിൽ 2 പേർ തൻ്റെ മകളും മരുമകനുമാണെന്ന് തിരിച്ചറിഞ്ഞതും നടുക്കത്തോടെ അയാൾ ആ കൈകളും ഫോണും തട്ടിമാറ്റി. ഹൃദയഭേദകമായ കാഴ്ചയിൽ മാധവൻ സ്തബ്ധനായി. ഹൃദയം നിലച്ചേക്കുമെന്ന് തോന്നി അയാൾ സ്വന്തം നെഞ്ചിലേക്ക് ആഞ്ഞടിച്ചു. ഒടുവിൽ ഓടിത്തളർന്ന അവനെപ്പോലെ ശക്തിയായി കിതച്ച് സ്റ്റിയറിങ്ങിൻ്റെ മുകളിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് തലചാരി. കൊല്ലണോ അച്ഛൻ, എൻ്റെ ഭർത്താവെന്ന് പറയുന്ന കൂട്ടിക്കൊടുപ്പുകാരനെ? പല്ലിറുമ്പുന്ന ഒച്ചയ്ക്കിടയിൽ നിന്നും അക്ഷരങ്ങൾ ചിതറിത്തെറിച്ച് മാധവൻ്റെ കാതുകളിലേക്കെത്തി. അതുവരെ ഉണ്ടായിരുന്ന നിസ്സംഗത മാറി മകളുടെ കണ്ണുകളിൽ പകയുടെ 100,000 അഗ്നികുണ്ഡങ്ങൾ ഒരുമിച്ച് കത്തി ഉയരുന്നത് അയാൾ കണ്ടു. അന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കും മുൻപ് ബോധത്തിനും അബോധത്തിനുമിടയിലെ ഏതോ ഒരു നിമിഷത്തിലാണ് രവി രുദ്രനോട് ഫോണിൽ സംസാരിക്കുന്നത് ഹരിതയുടെ ചെവിയിൽ വീണത്. അറിയുന്ന ഡോക്ടറോ ഹോസ്പിറ്റലോ അല്ലെങ്കിൽ ഞാനും നീയും കുടുങ്ങുമെന്ന പരിഭ്രമത്തോടെയുള്ള വാക്കുകളുടെ സത്യം അറിയാനായിരുന്നു പിന്നെ ഓരോ നിമിഷവും അവൾ കാത്തിരുന്നത്. കടുത്ത വിഷാദത്തിലേക്ക് വീണുപോയവളായി ഒരു ലോകവും അറിയാത്തതുപോലെയുള്ള ഇരുപ്പ് കുറച്ചേറെ അഭിനയിക്കേണ്ടി വന്നു. ഒരു ദിവസം അയാൾ കുളിക്കാൻ കയറിയ നേരം കൊണ്ട് കയ്യിൽ തടഞ്ഞ ഫോണായിരുന്നു ആദ്യം പരിശോധിച്ചത്. സ്വന്തം ഭാര്യയെ മദ്യവും മയക്കുമരുന്നും നൽകി സുഹൃത്തിന് കാഴ്ചവെച്ച് അത് കണ്ടുകൊണ്ട് സ്വയംഭോഗം ചെയ്തു നിൽക്കുന്ന ഭർത്താവ്. അയാൾ അവളെ ക്രൂരമായി പീഡിപ്പിക്കുന്നത് വീണ്ടും വീണ്ടും കണ്ടുരസിക്കാനായി വീഡിയോ സൂക്ഷിച്ചിരിക്കുന്നു. ഹരിതയുടെ ഭർത്താവിന് യാതൊരു ദുശ്ശീലങ്ങളുമില്ലെന്ന സർട്ടിഫിക്കറ്റ് തന്നെ നോക്കി പല്ലിളിക്കുന്നതായി അവൾക്ക് തോന്നി. കാൽച്ചുവട്ടിലെ അടിത്തറ ഇളകി താനൊരു ഗർത്തത്തിലേക്ക് വഴുതി വീഴുന്ന സ്വപ്നമത ആവർത്തിക്കുന്നു. ഫണമിടർത്തിയ കരിമൂർഖൻ തൊട്ടരികിൽ തന്നെയുണ്ട്. പ്രതീക്ഷകൾക്കും സ്വപ്നങ്ങൾക്കും മീതെ പക വീശിയടിക്കാൻ തുടങ്ങി. രോമകൂപങ്ങളിൽ പൊടിയുന്നത് അയാളോടുള്ള വെറുപ്പാണ്. ഫോണിലും ലാപ്ടോപ്പിലും ഫോൾഡറുകളിലായി സൂക്ഷിച്ചിരിക്കുന്ന രതിവൈകൃതങ്ങളുടെ അനേകം വീഡിയോകൾ. സമ്മതത്തോടെയും സമ്മതം തരാത്തവരെ മയക്കിക്കിടത്തിയും പരസ്പരം ഭാര്യമാരെ പങ്കുവെക്കുന്ന പിശാചുകളായ മനുഷ്യരുടെ കൂട്ടം. ദിവസങ്ങൾ മുഴുവിപ്പിക്കാൻ രാത്രിയും പകലും മത്സരിച്ച് ഓടുന്നതിനിടയിൽ ഒരു ദിവസമായിരുന്നു അത്. എന്ത് പറയാനാ, ഇത്രയുള്ളൂ മനുഷ്യൻ്റെ സ്ഥിതി. കണ്ടില്ലേ, കല്യാണം കഴിഞ്ഞ് മാസം 5 ആയുള്ളൂ. ആ കൊച്ചി വിധവയായി. ജോലി കഴിഞ്ഞ് വരുന്ന വഴി നിയന്ത്രണം വിട്ട ലോറി ആ കൊച്ചിൻ്റെ ബൈക്കിൽ ഇടിക്കുകയായിരുന്നു. സ്പോട്ടിൽ കഴിഞ്ഞു. നല്ല പയ്യനായിരുന്നു. ആയുസില്ല. ഇത്രയും ചെറുപ്പത്തിൽ പോകാനാ അതിൻ്റെ വിധി. ശവം കാണാൻ വന്ന നാട്ടുകാരിൽ ആരോ പിറുപിറുക്കുന്നത് ഭർത്താവിൻ്റെ ബോഡിക്കരികെ ഇരുന്നിരുന്ന ഹരിതയുടെ കാതിലും വീഴുന്നുണ്ടായിരുന്നു. നീ നല്ല പയ്യനായിരുന്നു അല്ലേ രവി? പക്ഷെ നിന്നെപ്പോലുള്ള ഇത്രയും നല്ലവർക്ക് ആയുസ് കൂടുതൽ വേണ്ട. അതാ നിന്നെ ഞങ്ങൾ നേരത്തെ വിളിപ്പിച്ചത്. നാളെ നമുക്കുണ്ടാകുന്ന മക്കളെയും നല്ലവനായ നീ വിടില്ല എന്നറിയാം. അതുകൊണ്ട് മാത്രമാണ് ഇത് നിനക്കൊരുക്കിയത്. എൻ്റെ മരണം വരെയും നീ തന്ന സമ്മാനവും നിന്റെ ഓർമ്മകളും എന്നെ വിട്ടു പോകില്ല. അപ്പോഴെല്ലാം സന്തോഷത്തോടെ നിന്റെ ഈ ചതഞ്ഞെറിഞ്ഞ തലയുള്ള ഉടലും ഞാൻ ഓർക്കും. അരഞ്ഞുപോയ തല കെട്ടിപ്പൊതിഞ്ഞ ചോര തുണിക്കെട്ടുള്ള ശവപ്പെട്ടിക്കരികിൽ സംഹാര താണ്ഡവമാടുന്ന തിരമാലകളെ മിഴിയാഴങ്ങളിൽ ഒളിപ്പിച്ച് ഹരിതയുടെ മനസ്സ് അത്യുച്ചത്തിൽ ആർത്തലർന്നുണ്ടായിരുന്നു. വിധി തട്ടിയെടുത്ത നല്ലവനായ യുവാവിനെയും
ചെറുപ്പത്തിലെ വൈദഗ്ധ്യം ഏറ്റുവാങ്ങേണ്ടി വന്ന യുവതിയുടെ ദൗർഭാഗ്യവും ഓർത്ത് സഹതാപത്തോടെ നാട്ടുകാർ പരിതപിക്കുമ്പോൾ തിരികെ വരാനാകാത്ത ലോകത്തിലേക്ക് അവനെയും അവൻ്റെ ഓർമ്മകളെയും അയച്ച് അവൾ ജീവിതത്തിലേക്കൊരു മടക്കയാത്രയ്ക്ക് ഒരുങ്ങുകയായിരുന്നു. പിറ്റേന്നത്തെ പത്രത്തിൽ ചെറിയ കോളത്തിലുള്ള യുവാവിൻ്റെ ബൈക്ക് അപകട വാർത്തയ്ക്ക് മുകളിലായി ഭാര്യമാരെ പരസ്പരം പങ്കുവയ്ക്കുന്ന വലിയൊരു സംഘത്തെയും റിസോർട്ട് മറയാക്കി അതിനെല്ലാം ചുക്കാൻ പിടിക്കുന്ന ലഹരിമരുന്ന് കച്ചവടം നടത്തുന്ന രുദ്രനെയും പോലീസ് അറസ്റ്റ് ചെയ്ത വാർത്ത വെണ്ടയ്ക്ക അക്ഷരത്തിലുണ്ടായിരുന്നു. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.